അങ്ങനെ ഞങ്ങൾ ചോപ്പാട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചോപ്പാട്ടി പോകുന്ന ബ്രിഡ്ജാണ്. സൺറൈസ് വണ്ടി നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മറൈൻ ഡ്രൈവ് ബ്രിഡ്ജാണ് കാണുന്നത്. ഞങ്ങൾ ഈവനിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് ഇവിടേക്ക് ഒരു ഇരിക്കാനുള്ള സ്റ്റെപ്പ് പോലത്തെ ഇതുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് സൈഡിൽ ഇവിടെ ബാത്റൂമിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ പൊളിച്ച് നോക്കിയിട്ടുണ്ട്. ഈ വശത്ത് കാണുന്ന മറുവശത്തും നമ്മളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇരിക്കാനുള്ള സ്ഥലമായിരുന്നു മുന്നേ അവിടെയൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ പൊളിച്ചു മാറ്റി. ഒരു പാലസിൻ്റെ പോലെ കാണുന്നത് നമ്മുടെ ഷെഫീൽഡ് ഹോസ്പിറ്റലാണ്. ചോപ്പാട്ടിയുടെ അവിടെയുള്ള ഒരു ഗാർഡനാണ്. നമ്മൾ ചോപ്പാട്ടിയിലെത്തി. വിശാലമായിട്ട് നിറച്ചു ആൾക്കാരാണ്. അത് ഒരു ഈവനിങ് ആവാനുള്ള സമയത്താണ് ഞങ്ങൾ പോയത് ടൈമിൽ. പക്ഷെ രാത്രി ആകുമ്പോഴത്തേനും ഫുള്ള് തിരക്കാവും വരെ. അപ്പോൾ കുറച്ച് ക്രൗഡേ ഉള്ളൂ. രാത്രി ആകുമ്പോഴത്തേനും ഫുൾ ക്രൗഡ് കൊണ്ടായിട്ട് നിറഞ്ഞിട്ടുണ്ടാവും ചോപ്പാട്ടി. രാത്രിയാവുമ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റുകൾ നിന്ന് നിറഞ്ഞിരിക്കും. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ഇപ്പോൾ ഡേ ടൈം ആയ കാരണം ഇതിന് ലൈറ്റൊന്നുമില്ല. പിന്നെ രാത്രിയിലാണ് ഫുൾ എല്ലാ സ്ഥലത്തും ലൈറ്റുകളിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും ചോപ്പാട്ടി. ഈ സൈഡിൽ കാണുന്നതൊക്കെ ഫുഡുകളുടെ ശാലകളാണ്. വെറൈറ്റി ഫുഡുകളും വടപ്പാവ്, പാവാജി, കുൽഫി, ഫലൂദ എന്നിവയാണ്. ഈ കാണുന്ന വിഭവങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടെ. പാവാജി നമ്മുടെ മുംബൈയിലെ ഫേമസ്. പിന്നെ ബേൽപൂരി ഉണ്ട്. ഇത് വടാപ്പാവ്. മുംബൈ വടാപ്പാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേമസ് ആണ്. അതുപോലെ സമൂസപ്പാവ്, ബജ്ജി പാവ്. ഇതിൻ്റെ ഉള്ളിൽ മസാല ലഡു അങ്ങനെ പറയും ഇതിന്. ആക്ച്വലി അതിൻ്റെ പേരെന്താണെന്നൊക്കെ അറിയില്ല. ഇതൊക്കെ സ്ട്രീറ്റ് ഫുഡാണ്. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പാനിപ്പൂരി ഉണ്ട്. പക്ഷേ അത് പാനിപ്പൂരി ചലഞ്ചായിട്ട് ഞങ്ങൾ വരണ്ട്. അപ്പം ഇത്രയാണ് എൻ്റെ മുംബൈയിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.